നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ ചന്ദൻ നഗറിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. കാണാൻ വേണ്ടി പോണ വീട് ഈ വീടാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഉമ്മാർത്താണ്. ഇത് വന്നിട്ട് ചന്ദനഗർ കോളനിയുടെ മെയിൻ കോളനിയാണ്. അതായത് പാലക്കാട് ചന്ദനഗർ ജംഗ്ഷൻ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു 250-300 മീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ വീട് എത്തുന്ന സ്ഥലം എത്തി. നമ്മളുടെ ഈ റോഡ് നോക്കിയാൽ നല്ല വീതി കൂടിയ റോഡാണ്. 2-3 വണ്ടിക്ക് ഈ സൈഡിൽ കൂടെ നിർത്തിയാലും ഇനിയും എത്ര വണ്ടിക്ക് വേണമെങ്കിൽ നിർത്തുന്ന സ്ഥല സൗകര്യമുണ്ട്. ഇതാ ഇവിടെ നോക്കുന്ന സമയത്ത് നല്ല രീതിക്കുള്ള ഒരു ഗണപതി അമ്പലം ഇപ്പുറത്തുണ്ട്. നമ്മുടെ പാലക്കാട് ചന്ദൻ നഗറിലുള്ള മൂകാംബിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്താണ്. സോ വരാനും പോകാനും വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഉള്ള ലൊക്കേഷനാണ്. ഇവിടെ നിന്ന് താഴെ ഇറങ്ങിയിട്ട് പോയിട്ട് അത് അവിടെയാണ് നമ്മുടെ വീട് വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. മൊത്തം വന്നിട്ട് 22.5 സെൻറ്റ് സ്ഥലം, അതിൽ 2500 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, ഹാള്, കിച്ചണായിട്ടുള്ള നല്ല ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് ഭാഗം വരുന്നത്. നല്ല രീതിക്കുള്ള റോഡ് സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ്. നമ്മളുടെ റോഡ് ആ ഗേറ്റിൻ്റെ അവിടെ ഉണ്ടെങ്കിലും അവിടെ നിന്ന് ഇത്രയ്ക്കും വിട്ടിട്ടാണ് നമ്മളുടെ വീട് വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. സോ നല്ല രീതിക്കുള്ള പ്രൈവസി നന്നായിട്ട് ഉള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഇവിടെ വന്ന വഴിക്ക് നല്ല രീതിക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഫ്രണ്ടേജ് വന്നിട്ട് 2 ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് വന്നിട്ട് നമുക്ക് ഹാളിൽ കിടക്കാനുള്ള ഡോറായിട്ടും, അപ്പുറത്ത് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അതിന് വന്നിട്ട് ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ മൊത്തം വന്നിട്ട് 4 ബെഡ്റൂമുണ്ട്, 2500 സ്ക്വയർ ഫീറ്റിൽ വീടാണ്. അതേപോലെ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് നല്ല രീതിക്കുള്ള ഗാർഡനിങ് ഏരിയ നന്നായിട്ടുണ്ട്. വീട് എപ്പോൾ വരുന്ന സമയത്തും നല്ല രീതിക്കുള്ള വൃത്തിയുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ തെങ്ങ് മാത്രം ഏകദേശം 8ഓളം തെങ്ങ് ഉണ്ട്. എല്ലാതും അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്നതാണ്. അതുകൂടാതെ ഇതവിടെ കാണുന്നതൊക്കെ സപ്പോട്ട മരം, അപ്പുറത്ത് കുറേ മൂച്ചിയുണ്ട്, പ്ലാവുണ്ട്, ഇങ്ങനത്തെ കുറേ മരങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മളുടെ ഈ പ്രോപ്പർട്ടീൻ്റെ ഈ ഭാഗം വരുന്ന സമയത്ത് ഗാർഡനിങ്ങിന് വേണ്ടി മാത്രം ഈ ഭാഗം സെപ്പറേറ്റ് ആയിട്ട് അവർ മാറ്റിയിട്ടിരിക്കുകയാണ്. സോ വൈകിട്ടൊക്കെ ഒരു ചെയറൊക്കെ ഇട്ടിരിക്കാൻ നല്ലപോലെ ഉള്ള ഒരു സ്ഥലമാണ്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്. ഇതിൽ വന്നിട്ട് ഈ മുരിങ്ങയൊക്കെ ഒരു 3-4 മുരിങ്ങ മരമുണ്ട്, നന്നായിട്ട് കായ്ക്കുന്നതാണ്. ഈ മാവ് നന്നായിട്ട് കായ്ക്കുന്നതാണ്. ഇതവിടെ സപ്പോട്ടകളൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ സപ്പോട്ട പഴങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അതേപോലെ നമ്മളുടെ ഈ പ്രോപ്പർട്ടിയിൽ വെള്ളത്തിൻ്റെ സൗകര്യം നല്ല രീതിക്കുള്ള ഒരു ഓപ്പൺ വെല്ലുണ്ട്. അതുകൂടാതെ മലമ്പുഴ കണക്ഷനുണ്ട്. വെള്ളത്തിൻ്റെ യാതൊരു പ്രശ്നവുമില്ല. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ വെല്ല്. നല്ല രീതിക്കുള്ള ഈ ഗ്രില്ലൊക്കെ ഇട്ട് വെച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉള്ള വെള്ളമാണ്. ഈ പ്രോപ്പർട്ടിയുടെ ഈ സൈഡിൽ കൂടെയൊക്കെ നല്ല രീതിക്കുള്ള മണ്ണൊക്കെ വിട്ടിട്ടുണ്ട്. நிறைய പേർ ചോദിക്കാറുണ്ട് വീടെടുക്കുന്ന സമയത്ത് കുറച്ച് മണ്ണ് വേണമെന്നുള്ള അഭിപ്രായമുള്ള കസ്റ്റമർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ രീതിക്കുള്ള ധാരാളം മണ്ണൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ഭാഗത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ
ഈ ഭാഗം നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അങ്ങനത്തെ മരങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ച് ഈ ഡിസൈനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഫ്രണ്ടേജ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം ഉള്ളതുകൊണ്ട് ഇത് വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രീതിക്കുള്ള റൂമാണ്. അഥവാ കൺസൾട്ടിങ് റൂംസ് എന്തെങ്കിലും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റിയ രീതിക്കുള്ള റൂമാണ് ആ റൂം. അതുകൂടാതെ ഇവിടെ വരുന്ന സമയത്താണ് ഇതാണ് നമ്മളുടെ പ്രോപ്പർട്ടീൻ്റെ എൻട്രൻസ് ഡോറായിട്ട് വരുന്നത്. ഫുൾ ആൻഡ് ഫുൾ തേക്ക് മരത്തിൽ പണിത ഡോറാണ്. അതേസമയത്ത് നമ്മുടെ വീട് വന്ന പഴക്കം ഒരു 20 മുതൽ 22 വർഷം പഴക്കമുണ്ട്. ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ്. വീട് നല്ല കൺസ്ട്രക്ഷൻ, നല്ല സ്ട്രോങ് കൺസ്ട്രക്ഷനാണ്. നല്ല സൗകര്യമുള്ള നല്ലൊരു വീടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഹാള്. നല്ല വൃത്തിയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹാളാണ് നമുക്കുള്ളത്. ഇവിടുത്തെ ഈ സൈഡിൽ കൂടെ ഉള്ള വിൻഡോസൊക്കെ വലിയ തോതിലുള്ള വിൻഡോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിക്ക് തേക്ക് മരത്തിൽ പണിത് മരപ്പണികളാണ് ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. ഈ ഹാള് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല രീതിക്ക് ഇവിടെയൊക്കെ സ്പേസ് നന്നായിട്ട് ഉള്ളതാണ്. ഇവിടെ വന്നിട്ട് മൊത്തം 4 ബെഡ്റൂം ഉണ്ടെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും മേലെ ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമായിട്ട് നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് വന്നിട്ട് ആദ്യത്തെ ബെഡ്റൂമായിട്ട് വരുന്നത്. ഇവിടെ ഈ ഡോർ ഉള്ളത് കൊണ്ട് ഈ ഡോർ തുറന്നാൽ നമുക്ക് വന്നിട്ട് ഒരു കൺസൾട്ടിങ് റൂമായിട്ടോ ഓഫീസ് റൂമായിട്ടോ ഉപയോഗിക്കാൻ പറ്റും. ഈ ഡോർ അടച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമായിട്ട് മാറും. ബെഡ്റൂമായിട്ടും ഉപയോഗിക്കാം. അതുകൂടാതെ കൺസൾട്ടിങ് റൂമായിട്ടും നമുക്ക് വന്നിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് ചേർന്ന പോലെ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ നല്ല രീതിക്കുള്ള ഒരു ഡൈനിങ് റൂം ഇവിടെയുണ്ട്. വലിയൊരു ടേബിളൊക്കെയാണ് ഇവിടെ വന്നിട്ട് ഉള്ളത്. ഒരു 5-6 പേര് കയറുന്ന ഭക്ഷണം കഴിക്കുന്ന രീതിക്ക് നല്ല രീതിക്കുള്ള സ്പേസ് നന്നായിട്ടുണ്ട്. അതേപോലെ അവിടുത്തെ വാഷ് ബേസിനൊക്കെ ഇപ്പുറത്താണ് വെച്ചിട്ടുള്ളത്. നല്ല രീതിക്കുള്ള സ്പേസ് ഇവിടെയുണ്ട്. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതാണ് കിച്ചൺ ഏരിയ. നമുക്ക് ഇത്രയ്ക്കും വലിയൊരു കിച്ചണാണ് ഇവിടെ ഉള്ളത്. വെള്ളമൊക്കെ ധാരാളം കിട്ടും. ആൾറെഡി പറഞ്ഞു. ഇവിടെ വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്റ്റോർ റൂം ഇവിടെ ഉള്ളതാണ്. നല്ല രീതിക്കുള്ള സ്റ്റോർ റൂമാണ്. എല്ലാതും നോക്കി അവർക്ക് വേണ്ടി ചെയ്ത വീടാണ്. അതേപോലെ ഈ കിച്ചൺ കഴിഞ്ഞ് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഇതൊന്ന് വർക്ക് ഏരിയ വേണം. ഇത് കഴിഞ്ഞ് ഇവിടെ ഒരു ഡോറുണ്ട്. ഈ ഡോറിന് ഇങ്ങനെ ഹാഫ് ഡോറായിട്ടും തുറക്കാൻ പറ്റും, ഫുൾ ഡോറായിട്ടും തുറക്കാൻ പറ്റും. ഇത് തുറന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ മുമ്പിൽ കണ്ട കിണറിൻ്റെ ഭാഗം ഇവിടെ വരും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ ഇലക്ട്രിക്കൽ കണക്ഷൻ വന്നിട്ട് 3 ഫേസ് ആണ്. ഇവിടെയാണ് അതിൻ്റെ ബോക്സും കാര്യങ്ങളും ഉള്ളത്. 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് നമുക്കുള്ളത്. നമ്മുടെ ഈ ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ വന്നിട്ട് മാർബിളാണ് ഉപയോഗിച്ചിരിക്കുക. നല്ല ക്വാളിറ്റി ആയിട്ട് നന്നായിട്ടുണ്ട്. വീട് ഏതൊരു ഭാഗത്തും യാതൊരുവിധ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സ്ട്രോങ് ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉള്ള ഒരു വീടാണ്. ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഈ സൈഡിൽ കൂടി ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അതേപോലെ ഈ ഹാൻഡ് റൈൽസൊക്കെ ഒന്ന് കാണുന്ന സമയത്ത് ഫുൾ ആൻഡ് ഫുള്ള് തേക്ക് മരത്തിൽ പണിതാണ്. നന്നായിട്ട് പണിതിട്ടുണ്ട്. അതേപോലെ ഈ മുകൾ ഭാഗം വരുന്ന സമയത്ത് ഈ മേൽ ഭാഗം വന്നിട്ട് 3 ബെഡ്റൂമാണ് ഉള്ളത്. ഈ 3 ബെഡ്റൂമിൽ വന്നിട്ട് അറ്റാച്ച് ബാത്റൂമും ഉണ്ട്. കൂടാതെ ഓരോ ബെഡ്റൂമിലും സെപ്പറേറ്റ് ആയിട്ട് ബാൽക്കണി ഉള്ളതാണ്. ഈ ഭാഗത്തൊരു ബെഡ്റൂമും അപ്പുറത്തൊരു ബെഡ്റൂമും ഇപ്പുറത്ത് ഇനിയൊരു ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മേലത്തെ ഈ ബെഡ്റൂമിലൊക്കെ ആദ്യത്തെ ബെഡ്റൂമായിട്ട് കാണാം. നല്ല രീതിക്കുള്ള സ്പേസിയസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്.
ഇതിൻ്റെ കബോർഡ്സൊക്കെ ഈ ഭാഗം വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടുത്തെ ബാത്ത് അറ്റാച്ച് ഉള്ളത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് സെപ്പറേറ്റായിട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ബാൽക്കണി ഇവിടെയുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ഗേറ്റുള്ള ഭാഗം കാണാൻ സാധിക്കും. ഇത്രയ്ക്കും സ്ഥലം നമുക്കുണ്ട്. എത്ര വണ്ടി വേണമെങ്കിലും നമുക്ക് നിർത്താൻ പറ്റിയ രീതിക്കുള്ള സ്ഥലം നമുക്ക് ഉണ്ട്. നല്ല രീതിക്കുള്ള പ്രൈവസി ധാരാളം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അതേപോലെ മേലത്തെ ഭാഗത്ത് രണ്ടാമത്തെ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത് തൊട്ട് ഇപ്പുറത്താണ്. ഇതാണ് പ്രോപ്പർട്ടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. നല്ല രീതിക്കുള്ള സ്പേസ് ധാരാളം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിലും കബോർഡ്സൊക്കെ ഈ ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്ത് നമുക്ക് വന്നിട്ട് അറ്റാച്ച് ബാത്റൂം കൂടി ഉള്ളതാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈഡിൽ കൂടെ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്നാൽ ഈ ബെഡ്റൂമിക്കുള്ള ഒരു ഓപ്പൺ സ്പേസിലേക്ക് വരാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയ്ക്കും നല്ല രീതിക്കുള്ള സ്പേസ് ഇവിടെയുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം. നല്ല രീതിക്കുള്ള സ്പേസിയസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂമും. നല്ല രീതിക്കുള്ള AC കാര്യങ്ങളും എല്ലാതും ഉള്ളതാണ്. ഇവിടെയാണ് ഇതിൻ്റെ കബോർഡ്സൊക്കെ ഉള്ളത്. അതേപോലെ ഇതിൻ്റെ ബാത്റൂം ഉള്ളത് ഇവിടെയാണ്. ഈ ബാത്റൂമിന് അത്യാവശ്യം വലിയ ഒരു ബാത്റൂമാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഏരിയ, വെട്ട് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വാഷ് ബേഷനും കാര്യങ്ങളും എല്ലതും ഉള്ള നല്ലൊരു ബാത്റൂമാണത്. അതേപോലെ ഈ റൂം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ബെഡ്റൂമിലേക്കുള്ള ഒരു ബാൽക്കണിയാണ്. ഇവിടെ വരുമ്പോൾ ഇത്രയ്ക്കും നല്ല രീതിക്കുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇവിടെ നമ്മുടെ ഗാർഡനിങ്ങൊക്കെ കാണാൻ നല്ല പാകത്തിനുണ്ടാകും. നല്ല രീതിക്കുള്ള കാറ്റും വെളിച്ചം എല്ലതും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഈ തെങ്ങൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങ് തന്നെയാണ്. ഈ ഭാഗം നമ്മളുടെ ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസാണ്. ഇവിടെ വരുന്ന സമയത്ത് നല്ല രീതിക്കുള്ള ഒരു വാട്ടർ ടാങ്കും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫുൾ ആൻഡ് ഫുൾ സിമണ്ടിൽ കെട്ടിയ വാട്ടർ ടാങ്കാണ്. സ്വന്തം ആവശ്യത്തിന് ചെയ്ത വീടാണ്. അതുകൊണ്ട് എല്ലാതും പക്കാവായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഏരിയ നോക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏരിയയാണ്. ചന്ദൻ നഗരത്തെ മെയിൻ കോളനിയാണ് ഈ കോളനി. നമ്മുടെ ഈ പ്രോപ്പർട്ടിൻ്റെ ഇവിടെ നോക്കിയാൽ തന്നെ മൂകാംബിക സ്കൂൾ കാണും. ഇതവിടെ കാണുന്നതാണ് നമ്മുടെ മൂകാംബിക സ്കൂൾ.
ഇപ്പോൾ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ പാലക്കാടിലെ ചന്ദൻ നഗറിലുള്ള മെയിൻ കോളനിയാണ്. തൊട്ടടുത്ത് മൂകാംബിക സ്കൂളുണ്ട്, അപ്പുറത്ത് വന്നിട്ട് നല്ല രീതിക്ക് ഗണപതി ക്ഷേത്രമുണ്ട്. നല്ല സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ഹൈവേ നിന്ന് ഈ പ്രോപ്പർട്ടി ആകപ്പാട് ഒരു 250 മുതൽ 300 മീറ്റർ ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ. റോഡ് നല്ല വീതി കൂടിയ താരട്ട റോഡാണ്. ഏത് സമയത്തും വരാനും പോകാനും കറക്റ്റായിട്ടുള്ള ഒരു റോഡാണ് ഈ റോഡ്. അതുകൂടാതെ നമ്മളുടെ ഭാരത് മാതാ സ്കൂളിലേക്ക് ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. സ്കൂളിൻ്റെ മെയിൻ ഗേറ്റിൽ നിന്ന് ഇതുവരെ വരുന്നത് ഒരു 500 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അതേപോലെ കൽമണ്ഡപം വളരെ അടുത്താണ്. കൂട്ടുപാത ജംഗ്ഷൻ 1 കിലോമീറ്ററും കൂടി ഇല്ല. ഇവിടെ നിന്ന് നമ്മുടെ കോയമ്പത്തൂരിക്കോ പൊള്ളാച്ചിക്കോ അതേപോലെ നമ്മുടെ തൃശ്ശൂർ എറണാകുളത്തേക്കൊക്കെ പോകുന്ന റോഡ് വളരെ അടുത്തായിട്ടാണ് ഉള്ളത്. സോ ഏത് സമയത്തും ഏതൊരു ഭാഗത്തേക്കും പോകാനും വരാനും വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഉള്ള ലൊക്കേഷനാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ മൊത്തം വന്നിട്ട് 22.5 സെൻറ്റ് സ്ഥലം, അതിൽ 2500 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. വെള്ളത്തിൻ്റെ സൗകര്യം നമുക്ക് വന്നിട്ട് ഓപ്പൺ വെല്ലും ഉണ്ട്, അതുകൂടാതെ മലമ്പുഴ കണക്ഷനുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ പ്രോപ്പർട്ടിൻ്റെ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് 1,75,00,000 രൂപയാണ്. ഇനി നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസ് ഒന്ന് ചെറിയ തോതിൽ നെഗോഷ്യബിളും കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. ഞങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയറായിട്ട് ചെയ്തു തരുന്നതാണ്. ഏതൊരു പ്രോപ്പർട്ടി നമ്മുടെ മുഖാന്തരം എടുക്കും തോറും എല്ലാ ഡോക്യുമെൻറ്റും നോക്കി പരിശോധിച്ച് ക്ലിയറാക്കി തന്ന് നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങളുടെ പേരിൽ ആ ഡോക്യുമെൻറ്റ്സൊക്കെ പ്രോപ്പറായിട്ട് മാറ്റി തരുന്നതാണ്. ലോൺ ആവശ്യപ്പെടുന്ന വ്യക്തികൾക്ക് ലോണും കൂടി റെഡിയാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം.